ജീവൻ്റെ മഹത്വത്തെ പ്രഘോഷിച്ചും ഭ്രൂണഹത്യ എന്ന മാരകത്തിന്മയെ അപലപിച്ചും ലോകത്ത് ഏറ്റവും അധികം പേർ പങ്കെടുക്കുന്ന മാർച്ച് ഫോർ ലൈഫ് റാലിക്ക് ഒരുക്കങ്ങളുമായി അമേരിക്കൻ മെത്രാൻ സമിതിയും യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാരുടെ പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് സെക്രട്ടേറിയറ്റ് ജനുവരി 18-നും 19-നും ഇടയിൽ നടക്കുന്ന ദേശീയ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. മാർച്ച് ഫോർ ലൈഫിൻ്റെ തലേ ദിവസം വാഷിംഗ്ടൺ DC-യിലെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ നാഷണൽ ഷ്രൈൻ ഓഫ് ഇമാക്കുലേറ്റ് കൺസംപ്ഷൻ ബസിലിക്കയിലാണ് പ്രോ ലൈഫ് മാർച്ചിന് മുന്നൊരുക്കമായി ജാഗരണ പ്രാർത്ഥന നടക്കുക. വിശുദ്ധ കുർബാനയോടെ വാർഷിക പരിപാടി ആരംഭിക്കും. അർലിംഗ്ടൺ ബിഷപ്പും അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്രോ ലൈഫ് ആക്ടിവിറ്റീസ് കമ്മിറ്റി പ്രസിഡന്റുമായ ബിഷപ്പ് മൈക്കിൾ F. വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികനാകും. വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ടു പിന്നാലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യ ആരാധന, ജപമാല പ്രാർത്ഥന, ആശീർവാദം എന്നിവ നടക്കും. ജനുവരി 19-ന് രാവിലെ 8 മണിക്ക് കൊളംബസ് ബിഷപ്പ് എർ ഫെർണാണ്ടസിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന സമാപന കുർബാനയോടെയാണ് ജാഗരണ പ്രാർത്ഥന സമാപിക്കുക. പ്രാർത്ഥനാ യജ്ഞത്തിൽ വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 19-നാണ് മാർച്ച് ഫോർ ലൈഫ് റാലി നടക്കുക. ഗർഭചിത്രത്തിനെതിരെ വാഷിംഗ്ടൺ DC-യിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള പ്രതിഷേധ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ്. ഡിഫൻസ് ഫണ്ടിൻ്റെയും മാർച്ച് ഫോർ എഡ്യൂക്കേഷൻ്റെയും സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഭ്രൂണഹത്യ എന്ന മാരക തിന്മയ്ക്കെതിരെ നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രോ ലൈഫ് റാലിയാണ് മാർച്ച് ഫോർ ലൈഫ്. കത്തോലിക്ക സഭയിൽ നിന്നുൾപ്പെടെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുക്കും. എല്ലാ വർഷവും റാലിയിൽ 100 കണക്കിന് മലയാളികളും അണിനിരക്കുന്നുണ്ട്.